എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്ന് കുറച്ച് മുരിങ്ങക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാടൻ മുരിങ്ങക്കായാണ്. ഏട്ടൻ്റെ കൂട്ടുകാരൻ തന്നാണ് കേട്ടോ. ഇന്നലെ തന്നത് 5-6 ഉണ്ട്. പോയി വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മുരിങ്ങക്കായ് ഉരുളക്കായും വെച്ചിട്ടൊരു സിമ്പിളായൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായൊരു കറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. നല്ല ഫ്രഷ് മുരിങ്ങക്കായ്, മൂത്തിട്ടില്ല. എന്തൊരു വലിയ കുരു വലുത് ആയിട്ടില്ല. ഫേസ്ബുക്കിലെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇടയിൽ ഓരോ ഉണ്ടാ കായാണത്, പക്ഷെ മൂത്തിട്ടില്ല കേട്ടോ. നല്ല മുരിങ്ങ പറയുന്നു. അങ്ങനെ ഇപ്രാവശ്യം കറക്റ്റ് മൂക്കുള്ള ഇപ്രാവശ്യം കിട്ടിയത് കറക്റ്റ് സൈസ്. കുറേ മുരിങ്ങക്കായ് കിട്ടി. ജലദോഷം പിടിച്ചു. നമുക്ക് മുരിങ്ങക്കായ കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഇതിലേക്ക് ഒരു സവാള, ഒരു 3 പച്ചമുളക്, സവാള ചെറുതായിട്ട് വഴണ്ട് വരട്ടെ. സവാളയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നു. ഇതിലേക്ക് 3 തക്കാളി ഇട്ട വലുത്. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ്, ഒരു 4 മുരിങ്ങക്കായ്, ഒന്ന് വഴറ്റിയെടുക്കട്ടെ. എത്രയും മതി കേട്ടോ. ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അരച്ച് വെച്ച് വേകട്ടെ. അപ്പോൾ തേങ്ങ അരച്ചിട്ട് വരട്ടെ. ചെറിയൊരു മുറി തേങ്ങ, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമ്മൾ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും എന്താന്ന് നോക്കാം. വെന്തു കേട്ടോ. നല്ല ഫ്രഷ് മുരിങ്ങക്കായ കൊണ്ട് വേഗം വെന്തു. ഒറ്റ തിളക്കി. ഞാൻ അരപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു കൂട്ടാ. ചെറുതായിട്ട് തിളച്ചു. ഇത്രയും മതി. ഇറക്കുക. ഒന്ന് താളിച്ചൊഴിക്കുക. ചെഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില.
കറി ഉണ്ടത് ഇതുപോലെ വെക്കാത്തവരും വെച്ച് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. നല്ല കുറുകിയ കറി. അടിപൊളി കറിയാണത്. നല്ല ഫ്രഷ് മുരിങ്ങക്കായ കിട്ടിയപ്പോഴേ കണ്ടോ. ക്യാരറ്റും മുട്ടയും കൂടി തോരൻ വയ്ക്കുകയാണ് കേട്ടോ. ക്യാരറ്റൊക്കെ വെന്തു. കുഴി ഉണ്ടാക്കി വെച്ചു നടക്കുന്നത്. കുറച്ചാ നോക്കിയുള്ളൂ. ഇതിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുക്കുക. ഇതോ എഗ്ഗ് നന്നായി കഴുകിയത് നമുക്ക് എന്തൊരു ചളിയാണെങ്കിൽ. യാ കോഴികൾക്കൊക്കെ വൃത്തിയില്ലാണ്ടായി. ചിക്കി എടുക്കട്ടെ. നന്നായി ചിക്കി എടുത്തു കേട്ടോ. കുറച്ച് തേങ്ങ കൊടുക്കാം. മതി തേങ്ങ ഇടേണ്ട കാര്യമില്ല. വെറുതെ ഒരു അലങ്കാരം കിടക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട. ക്യാരറ്റ് മുട്ടത്താറ് റെഡി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളിയാ. ചോറാക്കട്ടെ. ഇത് വിറക് വണ്ടി വന്നാണ് കേട്ടോ. കുറേ നാളായി വിറക് വണ്ടി വന്നിട്ട്. 1 മാസം മേലെയായി. വേണ്ട ചാക്കിലും കെട്ടുമായിട്ട് നിറയെ വറണ്ട്. ഇന്ന് ഒരു ലോഡ് വന്നിട്ടുണ്ടെന്ന്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുക്കണ്ട. നമ്മൾ കെട്ടാ വാങ്ങി. ഇതൊരു കെട്ട് 170 രൂപ കേട്ടോ. അങ്ങനെ 2 കെട്ടാ വാങ്ങി നമ്മൾ. അവിടെ ഇട്ടു. ഇനി ഒരു കെട്ടും കൂടി എടുക്കണം. ഏട്ടന് ചോറാക്കുക കേട്ടോ. പൊന്നിയറിൻ്റെ ചോറാണ്. ഇന്നലെ അരി വാങ്ങിയിട്ട് വന്നാണ്. വിറകില്ലാണ്ട് ഇപ്പോൾ കുക്കറിലെ ചോറ് വയ്ക്കണം. അപ്പോൾ വേഗം വേകുമല്ലോ. ഒറ്റ വിസലിൽ ചോറ് വേകും. 1 മാസമായിട്ട് വിറകുകാരൻ വന്നിട്ട് ഇന്നാ വന്ന്. ക്യാരറ്റ് മുട്ടത്തോരൻ. ഈ കറി വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ നല്ല കുറുകിയുണ്ട്. നന്നായി കുറുകി. എന്താ ചൂട്. അപ്പോൾ ഏട്ടനെ പണിക്ക് പറഞ്ഞേക്കട്ടെ. കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.